ഈ കരൂരിലെ സംഭവം എനിക്കങ്ങോട്ട് ശരിക്കും കലങ്ങിയിട്ടില്ല. വിജയുടെ മറ്റേ മാനാട്ടിൻ്റെ ഇടയിൽ സ്റ്റാമ്പീഡ് ഉണ്ടാവുന്നതും ഇത്രയും ആൾക്കാർ മരിക്കുന്നതും 5-6 മണിക്കൂറായിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായി. ക്രൗഡ് 5 ഇരട്ടി കൂടുതലാണ്. 5-6 മണിക്കൂർ കൊണ്ട് 5 ഇരട്ടി കൂടുതലാണെങ്കിൽ ആ സമയം കൊണ്ട് കൂടുതൽ ഫോഴ്സിനെ ഇറക്കിക്കൂടായിരുന്നു. അപ്പം ഇതൊരു കൺവീനിയൻസോടെ ആളുകൾ മരിച്ചോട്ടെ പഴി ചേർക്കാം എന്ന് പറഞ്ഞവരുണ്ട്. ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു മെഗാ ഇമേജ് ഉള്ള ആൾ പോയാൽ ഇത്രയും ക്രൗഡ് വരില്ലേ? അയാൾ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കാൻ പാടില്ല, ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. ഇപ്പം പറയുന്നു അയാൾ അപ്പം തന്നെ പോയത് എന്താണ്? ആ മെഗാ ഇമേജ് ഉള്ള ആൾ ഒരു എന്താ പറയുക, ഒരു വിപത്ത് നടന്ന സ്ഥലത്ത് ഉണ്ടായാൽ അത് പിന്നെയും കൂടുതൽ ക്രൗഡ് പുള്ളിയെ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം വിജയം മാറിയിരിക്കും, അല്ലെങ്കിൽ വിജയം ഉപദ്രവിക്കായിരിക്കും. ഇത് നമ്മുടെ വിജയ്ക്ക് കേരളത്തിലുള്ള ഒരു ഫാൻ ബേസ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനൊന്നുമല്ല, കണ്ടുകൊണ്ട് മലയാളം ചാനൽസിൽ വരെ കാശ് കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാര്യം നല്ല PR വിജയ്ക്കെതിരെ പോകുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ ഒരു വേദിയിൽ ലേറ്റായി പോകുന്നത് എന്ന് തൊട്ട് സെലിബ്രിറ്റിയോ പൊളിറ്റീഷ്യൻസോ ഉണ്ടോ അന്ന് തൊട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നേ വരെ ഒരു പരിപാടിയും നമ്മുടെ നാട്ടിൽ സമയത്തിന് തുടങ്ങിയതായിട്ട് എനിക്ക് അറിവില്ല. അതായത് നമുക്കിപ്പോൾ ഏതോ ഒരാൾ ഈ അടുത്ത് പ്രസ് കോൺഫറൻസ് ഉച്ചയ്ക്ക് 12 മണിക്ക് വെച്ചാൽ അത് തുടങ്ങുന്നത് 4 മണിക്കായിരിക്കും നമ്മുടെ കൊച്ചു കേരളത്തിൽ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് 5-6 മണിക്കൂർ കൊണ്ട് ലേറ്റ് ആയതുകൊണ്ടാണ്. അദ്ദേഹം വെള്ളം കൊടുക്കുന്ന റീൽസിന് വേണ്ടിയാണ്. അദ്ദേഹം റീൽസ് ഒന്നും ഇടാറില്ല. ഇനി ആ പാർട്ടി പേജിൽ ഇടുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്തോ കേട്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇതൊരു കോൺസ്പിറസി ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ന്യൂസ് ചാനൽസിൽ എവിടെയും അതങ്ങനെ പരാമർശിക്കുന്നുമില്ല. ഒരു പക്ഷേ ഞാൻ തെറ്റായിരിക്കാം, സത്യം എന്താണെന്നറിയില്ല. ഒരുപാട് സാധാരണക്കാരൻ ജീവൻ നഷ്ടപ്പെട്ടു പോയി.